ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ സംഘർഷക്കെ കാരൺ തുമുക് മിസാജ് ഹോ ഗയാ ധൻരാജ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സംഘർഷക്കെ കാരൺ മേ തുമുക് മിസാജ് ഹോ ഗയാ ധൻരാജ്. ഈ അധ്യായം ഒരു ഇൻ്റർവ്യൂയുടെ രൂപത്തിലാണ് ഉള്ളത്. അതായത് ഈ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് വിനീത പാണ്ഡെ. അദ്ദേഹത്തിൻ്റെ 35ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആ ഇൻ്റർവ്യൂയുടെ ഒരു എഡിറ്റഡ് രൂപമാണ് ഈ ചാപ്റ്റർ, ഈ അധ്യായം എന്ന് പറയുന്നത്. ധൻരാജ് പിള്ള ഫീൽഡ് ഹോക്കി പ്ലെയർ ആയിരുന്നു. അദ്ദേഹം എന്താണ് ഫോമർ ക്യാപ്റ്റനുമായിരുന്നു. പിന്നെ അദ്ദേഹം മറ്റ് കൺട്രീസിൻ്റെ ക്ലബിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്മശ്രീ അധികം അവാർഡുകൾ ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയുടെ എഡിറ്റഡ് രൂപമാണ് നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ ഉള്ളത്. हॉकी के सुप्रसिद्ध खिलाड़ी धनराज पिल्लई जब 35 वर्ष के हो गए, उनका एक साक्षात्कार विनीता पांडे ने लिया था. इस साक्षात्कार का संपादित अंश यहाँ दिया जा रहा है. അപ്പോൾ ഹോക്കിക്ക് സുപ്രസിദ്ധ ഖിലാടി, ഹോക്കിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ, ഒരു പ്ലെയറാണ് ധൻരാജ് പിള്ളൈ. ജബ് 35 വർഷ കെ ഹോ ഗയ, അദ്ദേഹത്തിന് 35 വയസ്സായപ്പോൾ, അദ്ദേഹത്തിന് 35ാമത്തെ ജന്മദിനത്തിൽ ഉൻകാ എക് സാക്ഷാത്കാർ, അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വിനീത പാണ്ഡെനെ ലിയാ था. വിനീത പാണ്ഡെ അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഇസ് സാക്ഷാത്കാർ കാ സമ്പാദിത് അംശ് യഹാ ദിയാ ജാ രഹാ ഹൈ. അപ്പോൾ ഈ സാക്ഷാത്കാർ, ഈ ഇൻ്റർവ്യൂയുടെ ഒരു എഡിറ്റഡ് ഒരു പോർഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിനീത, खिड़की पुणे की तंग गलियों से लेकर मुंबई के हीरानंदानी पवई कॉम्प्लेक्स तक आपका सफ़र बहुत लंबा और कष्टसाध्य रहा है. उस सफ़र के बारे में कुछ बताएं. അപ്പോൾ ഖിഡ്ക്കി പൂനെക്ക് തങ്ക് ഗലിയോം സെ ലേക്കർ, അതായത് പൂനെയിലെ സ്ട്രീറ്റ്സ്, അവിടെയുള്ള സ്ട്രീറ്റിൽ ഇങ്ങനെ വീടുകൾ, കൊച്ചു കൊച്ചു വീടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. ആ തെരുവുകളിൽ നിന്നും താങ്കൾ എന്താണ് മുംബൈയിലോട്ടുള്ള താങ്കളുടെ ആ യാത്രയെപ്പറ്റി പറഞ്ഞാലും, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെപ്പറ്റി പറയാനാണ്. അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇവിടെ വിനീത പാണ്ഡെ ചോദിക്കുന്നത്. മുംബൈക്ക് ഹീരാനന്ദാനി പവൈ കോംപ്ലക്സ് തക്, അതായത് ഒരു നഗരത്തിലേക്ക് ഉള്ള ആ യാത്ര, അതിനെപ്പറ്റി പറയാനാണ് ഇവിടെ ചോദിക്കുന്നത്. ആപ്കാ സഫർ ബഹുത് ലംബ ഓർ കഷ്ടസാധ്യ രഹാ ഹൈ. അവിടെ പൂനെയിലെ ആ സ്ട്രീറ്റിൽ നിന്നും മുംബൈയിലെ ആ വലിയ പവൈ കോംപ്ലക്സ് വരെയുള്ള താങ്കളുടെ ആ യാത്ര അങ്ങേയറ്റം നീളമുള്ളതും പിന്നെ എന്താണ് കഷ്ടസാധ്യ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ നിറഞ്ഞതും ആണല്ലോ. അപ്പം അങ്ങനെയുള്ള ആ യാത്രയെപ്പറ്റി താങ്കൾ എന്തെങ്കിലും പറഞ്ഞാലും. കുച്ച് ബതായേ. ധൻരാജ്, बचपन मुश्किलों से भरा रहा. हम बहुत गरीब थे. मेरे दोनों बड़े भाई हॉकी खेलते थे. उन्हीं के चलते मुझे भी उसका शौक़ हुआ, पर हॉकी स्टिक खरीदने तक की हैसियत नहीं थी मेरी. इसलिए अपने साथियों की स्टिक उधार मांगकर काम चलाता था. वो मुझे तभी मिलती जब वे खेल चुके होते थे. इसके लिए बहुत धीरज के साथ अपनी बारी का इंतज़ार करना पड़ता था. मुझे अपनी पहली स्टिक तब मिली जब मेरे बड़े भाई को भारतीय कैंप के लिए चुन लिया गया. उसने मुझे अपनी पुरानी स्टिक दे दी. वह नहीं तो नहीं थी, लेकिन मेरे लिए बहुत कीमती थी, क्योंकि वह मेरी अपनी थी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലത്തെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയുകയാണിപ്പോൾ. ബച്പൻ മുഷ്കിലോം സെ ഭരാ രഹാ, അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലം അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ളതായിരുന്നു, അതായത് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഹം ബഹുത് ഗരീബ് തെ, ഞങ്ങൾ പാവപ്പെട്ടവരായിരുന്നു. മേരെ ദോനോ ബഡേ ഭായി ഹോക്കി ഖേൽത്തെ തെ, എൻ്റെ 2 മൂത്ത സഹോദരന്മാർ ഹോക്കി കളിക്കുമായിരുന്നു. ഉനീക്കെ ചലത്തെ മുझे भी उसका शौक हुआ. അപ്പോൾ അവരെ കണ്ടിട്ടാണ് എനിക്കും അതിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. पर ഹോക്കി സ്റ്റിക്ക് ഖരീദ്നെ തക് കി ഹൈസിയത്ത് നഹി ഥി മേരി. പക്ഷേ ഒരു ഹോക്കി സ്റ്റിക്ക് മേടിക്കുക എന്നതിനുള്ള അത്രയും സാമർഥ്യം എനിക്ക് ഇല്ലായിരുന്നു, അതായത് മേടിക്കാനുള്ള അത്രയും കഴിവ് ഇല്ലായിരുന്നു. ഇസ്ലിയെ അപ്നെ സാഥിയോം കി സ്റ്റിക്ക് ഉധാർ മാംഗക്കർ കാം ചലാത്താ താ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ സ്റ്റിക്ക് ഇങ്ങനെ കടം ചോദിച്ചുകൊണ്ട്, ഉധാർ മാംഗക്കർ എന്ന് പറഞ്ഞാൽ കടം ചോദിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒപ്പിക്കുമായിരുന്നു, കളിക്കാൻ പോകുമായിരുന്നു, അതുകൊണ്ട് അത് യൂസ് ചെയ്യുമായിരുന്നു.
वो मुझे तभी मिलती जब वे खेल चुके होते थे. അതും എപ്പോഴാണ് അത് ലഭിക്കുക? ഹോക്കി സ്റ്റിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹോക്കി സ്റ്റിക്ക് എപ്പോഴാണ് എനിക്ക് ലഭിക്കുക? അവരുടെ കളി കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അവരുടെ ആ കളി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഹോക്കി സ്റ്റിക്ക് കിട്ടുക. इसके लिए बहुत धीरज के साथ अपनी बारी का इंतज़ार करना पड़ता था. അപ്പോൾ അതിനായിട്ട് തന്നെ, അതായത് അവർ കളിച്ചതിന് ശേഷമാണ് എനിക്ക് ലഭിക്കുക. അപ്പോൾ അതിനായിട്ട് തന്നെ ധീരജ് കെ സാത്ത്, ബഹുത് ധീരജ് കെ സാത്ത്, നല്ല പേഷ്യൻസോടെ എനിക്ക് അവിടെ എൻ്റെ ടേൺ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. ബാരി ക ഇന്തസാർ, ബാരി എന്ന് പറഞ്ഞാൽ എൻ്റെ ടേൺ വരും, എനിക്ക് കളിക്കാനുള്ള ആ ടേൺ വരുന്നതിനായിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും വരും. കാരണം അവരുടെ കളി കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് ഹോക്കി സ്റ്റിക്ക് കിട്ടുക. അപ്പോൾ അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. मुझे अपनी स्टिक तब मिली जब मेरे बड़े भाई को भारतीय कैंप के लिए चुन लिया गया. എനിക്ക് എൻ്റെ ആദ്യത്തെ ഹോക്കി സ്റ്റിക്ക് ലഭിച്ചത് എൻ്റെ മൂത്ത സഹോദരൻ ഭാരതീയ ക്യാമ്പിനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതോടെയാണ്. ഉസ്നെ മുझे अपनी पुरानी स्टिक दे दी. അപ്പോൾ ചേട്ടൻ ആ ഭാരതീയ ടീമിനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പഴയ ഹോക്കി സ്റ്റിക്ക് ലഭിച്ചു. वह नई तो नहीं थी, लेकिन मेरे लिए बहुत कीमती थी क्योंकि वह मेरी अपनी थी. അത് ഒരു പുതിയൊരു ഹോക്കി സ്റ്റിക്ക് അല്ലായിരുന്നു, അല്ല. കാരണം എന്താണ്? ചേട്ടൻ എനിക്ക് നൽകിയതാണ്, ചേട്ടൻ്റെ ഹോക്കി സ്റ്റിക്ക് എനിക്ക് നൽകിയതാണ്. എന്നിട്ട് പോലും അതെനിക്ക് അത്ര വിലപ്പെട്ടതായിരുന്നു. കാരണം എന്താണ്? അതിനിപ്പോൾ എൻ്റേത് മാത്രമാണ്. मैंने अपनी जूनियर राष्ट्रीय हॉकी की सन 1985 में മണിപ്പൂർ में खेली. ഞാൻ എൻ്റെ ജൂനിയർ രാഷ്ട്രീയ ഹോക്കി ജൂനിയർ ടീമിൽ അദ്ദേഹം സെലക്റ്റഡായി. 1985 മണിപ്പൂരിൽ ആണ് അദ്ദേഹം ആദ്യമായിട്ട് കളിച്ചത്. തബ് മേ സിർഫ് 16 साल का था. വെറും 16 വയസ്സേ അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. देखने में दुबला पतला और छोटे बच्चे देखने में दुबला पतला, അതായത് മെലിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. और छोटे बच्चे ജൈസാ ചെഹ്റ, ഒരു കൊച്ചു കുട്ടിയുടെ ഒരു മുഖവുമായിരുന്നു. അതായത് ആ സമയത്ത് അത്ര മെച്യൂരിറ്റി വന്നിട്ടില്ല, ഒരു 16 വയസ്സുകാരൻ. അപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ഒരു ശരീരപ്രകൃതി, പിന്നെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു മുഖം. अपनी दुबली कद काठी के बावजूद मेरा ऐसा दबदबा था कि कोई मुझसे भिड़ने की कोशिश नहीं करता था. അപ്പം ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, എൻ്റെ ദേഹപ്രകൃതി, എൻ്റെ ഹൈറ്റ് കുറവായിരുന്നു, എൻ്റെ ശരീരപ്രകൃതിയൊക്കെ ഇങ്ങനെ ആയിരുന്നിട്ട് പോലും, ബാവജൂദ്, ഇസ്കെ ബാവജൂദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണ് എന്നിട്ട് പോലും എന്നാണ് ഇവിടെ പറയുന്നത്. മേര ऐसा ദബ്ദബാ था, ഇങ്ങനെ എൻ്റെ, പക്ഷേ ആ ഡോമിനൻസ്, അതായത് എനിക്കൊരു ഡോമിനേറ്റിംഗ് നേച്ചറായിരുന്നു. അപ്പോൾ ദബ്ദബാ था कि कोई मुझसे भिड़ने की कोशिश नहीं करता था. പക്ഷേ ആരും എന്നെ പേടിപ്പിക്കാനോ എൻ്റെ അടുത്ത് കളിക്കാനോ വരാറില്ലായിരുന്നു. കാരണം എല്ലാവരും എൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് വെക്കുമായിരുന്നു. मैं बहुत जुझारू था, मैदान में भी और मैदान से बाहर भी. ജുജാറു എന്ന് പറഞ്ഞാൽ ഒരു വഴക്കാളി എന്ന് പറയത്തില്ല, വഴക്ക് കൂടുന്ന ടൈപ്പ്, ഒരു ഇറിറ്റേറ്റിംഗ് നേച്ചറായിരുന്നു എൻ്റേത്. അത് मैदान में भी और मैदान से बाहर भी, ആ ഗ്രൗണ്ടിലും ഗ്രൗണ്ടിൻ്റെ പുറത്തും എൻ്റെ നേച്ചർ ആ സമയത്ത് അങ്ങനെയുള്ളതായിരുന്നു. 1986 में मुझे सीनियर टीम में डाल दिया गया और मैं बोरिया बिस्तरा बांध कर मुंबई चला आया. അപ്പോൾ 1986 ആയപ്പോഴേക്കും എനിക്ക് സീനിയർ ടീമിൽ കിട്ടി. അപ്പോൾ സീനിയർ ടീമേ ഡാൽ ദിയാ ഗയ, അപ്പോൾ സീനിയർ ടീമിലോട്ട് എന്നെ ഇട്ടു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ബാഗും ലഗേജും ഒക്കെ പാക്ക് ചെയ്തിട്ട് മുംബൈ ചലാ ഗയ, മുംബൈയിലോട്ട് പോയി. उस साल मैंने और मेरे बड़े भाई रमेश ने मुंबई लीग में बेहतरीन खेल खेला. हमने खूब धूम मचाया. അപ്പോൾ ആ സമയത്ത് സീനിയർ ടീമിലോട്ട് കിട്ടിയതും മുംബൈയിലോട്ട് അദ്ദേഹം പോയി. അവിടെ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായ രമേശും മുംബൈ ലീഗിന് വേണ്ടിയിട്ട്, മുംബൈ ലീഗ് ബെഹത്തരീൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നല്ല രീതിയിലുള്ള കളി കാഴ്ചവെച്ചു. ഹംനെ ഖൂബ് ധൂം മച്ചായ, നല്ല അടിച്ചു പൊളിച്ചു, അവിടെ നല്ല ഒരു കളിയാണ് കളിച്ചത്. इसी के चलते मेरे अंदर एक उम्मीद जागी कि मुझे ओलंपिक के लिए नेशनल कैंप से बुलावा ज़रूर आएगा, पर नहीं आया. 1988, അതായത് 1988 ഒളിമ്പിക് നടക്കുന്ന സമയം, ആ സമയത്ത് ഈ കളികളൊക്കെ നടന്നു. അതായത് അദ്ദേഹം സീനിയർ ടീമിൽ ജോയിൻ ചെയ്തു. സീനിയർ ടീമിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൂടെ അങ്ങേയറ്റം നല്ലൊരു കളി തന്നെ കാഴ്ചവെച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു ഹോപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഒരു ഹോപ്പ്, ഒരു അദ്ദേഹത്തിന് ഒളിമ്പിക്കിൽ വിളിക്കും എന്നൊരു ഹോപ്പ് ഉണ്ടായി അദ്ദേഹത്തിന്. അപ്പോൾ ഒളിമ്പിക് के लिए നാഷണൽ ക്യാമ്പ് സെ ബുലാവ ജറൂർ ആയേഗ, നാഷണൽ ക്യാമ്പിൽ നിന്നും ഒളിമ്പിക്കിൽ കളിക്കാനായിട്ട് വിളിക്കും എന്നൊരു ഹോപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. പർ നഹി ആയ, പക്ഷേ വന്നില്ല.
मेरा नाम 57 खिलाड़ियों की ലിസ്റ്റ് में भी नहीं था. ആ 57 കളിക്കാരുടെ ലിസ്റ്റിൽ പോലും എൻ്റെ പേര് ഇല്ലായിരുന്നു. ബഡി മായൂസി ഹുയി, നല്ല ഡിസപ്പോയിൻമെൻ്റ് ആയി. മായൂസി മീൻസ് വിഷമം തോന്നുക, ഡിസപ്പോയിൻമെൻ്റ് ആവുക. മഗർ एक साल बाद ही ऑलविन एशिया कप के कैंप के लिए മുझे ചുൻ ലിയാ ഗയാ. അപ്പോൾ ഓൾവിൻ ഏഷ്യ കപ്പ് ക്യാമ്പിന് വേണ്ടിയിട്ട് ഒരു വർഷത്തിന് ശേഷം, ജസ്റ്റ് അത് കഴിഞ്ഞതും ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഒളിവിയൻ ഏഷ്യ കപ്പ് ക്യാമ്പ് കേലി, ആ ക്യാമ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു. ചുൻ ലിയാ ഗയാ, സെലക്ട് ചെയ്യപ്പെട്ടു. തബ് സെ ലേക്കർ ആജ് തക് മേനെ പീച്ചെ മുഡ്കർ നഹി ദേഖ. അപ്പോൾ അതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് പിന്നെ വെച്ചടി അദ്ദേഹം നല്ല നല്ല കളികളാണ് കാഴ്ചവെച്ചത് എന്നാണ് പറയുന്നത്. വിനീത, आपका विद्यार्थी जीवन कैसा रहा? आपने स्कूल के दिनों से आपकी किस प्रकार की यादें जुड़ी हैं? അപ്പോൾ വിനീത ഇനിയിപ്പോൾ എന്താണ് ചോദിക്കുന്നത്? ആദ്യം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി ചോദിച്ചു. ഇനി വിദ്യാർത്ഥി ജീവിതം, അതേ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ പഠിത്തത്തെപ്പറ്റി, പഠിത്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥി ജീവൻ അദ്ദേഹത്തിൻ്റെ എന്താണ്, ഒരു വിദ്യാർത്ഥി ആയിരുന്നപ്പോഴുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ആപ്നെ സ്കൂൾ കെ ദിനോം സെ ആപ്കി കിസ് പ്രകാർ കി യാദേം ജുടി? ആപ്നെ സ്കൂൾ കെ ദിനോം സെ, താങ്കളുടെ ആ സ്കൂൾ ജീവിതവുമായിട്ട് ഉള്ള താങ്കളുടെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് വിനീത ഇപ്പോൾ ചോദിക്കുന്നത്. ധൻരാജ്, മേ പഠ്നെ മേ ഏക്ദം ഫിസഡ്ഡി താ. ഫിസഡ്ഡി എന്ന് പറഞ്ഞാൽ ഒട്ടും പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾ. ഓക്കെ, ഫിസഡ്ഡി താ. किसी तरह 10वीं तक पहुंचा मगर उसके आगे तो मामला बहुत कठिन था. എങ്ങനെയൊക്കെയോ ഞാൻ 10ാം ക്ലാസ് വരെ എത്തി, പക്ഷേ അതിന് ശേഷം മാംല ബഹുത് കഠിൻ था. പിന്നെ ആ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. एक बात कहूँ, अगर मैं हॉकी खिलाड़ी न होता तो शायद एक चपरासी की नौकरी भी मुझे न मिलती. ഒരു കാര്യം പറയട്ടെ, ഞാൻ അഗർ മേ ഹോക്കി ഖിലാടി ന ഹോത്ത, ഞാൻ ഒരു ഹോക്കി പ്ലെയർ അല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാനൊരു എന്താണ്, ചപ്രാസി എന്ന് പറഞ്ഞാൽ ഒരു പ്യൂണിൻ്റെ ജോലി പോലും എനിക്ക് ലഭിക്കത്തില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് പഠിത്തം കിട്ടത്തില്ലായിരുന്നു. കാരണം പഠിത്തത്തിൽ ഒട്ടും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആജ് മേ ബാച്ചിലർ ഓഫ് സയൻസ് യാ ആർട്സ് ഭലേ ഹി ന ഹോ पर गर्व से कह सकता हूँ कि मैं बैचलर ऑफ हॉकी हूँ. ഇപ്പോൾ ഞാൻ ഒരു ബാച്ചിലർ ഓഫ് സയൻസോ ആർട്സോ അല്ലായിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ അഭിമാനത്തോടൊരു കാര്യം പറയാൻ പറ്റും. എന്താണ്? ഞാനിപ്പോൾ ബാച്ചിലർ ഓഫ് ഹോക്കിയാണ് എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഗർവ് സെ കഹ സക്താ ഹൂം, അഭിമാനത്തോടെ എനിക്ക് പറയാം. ഹസ്തേ ഹു, എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്. और मेरी शादी के लिए आप मुझे മാസ്റ്റർ ഓഫ് ഹോക്കി കഹ സക്തേ ഹെ. എൻ്റെ കല്യാണമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് ഹോക്കി എന്നുപോലെ പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. विनीता, आप इतने तुमुक मिजाज क्यों हैं? कभी कभी आप आक्रामक भी हो जाते हैं. അപ്പോൾ വിനീത ചോദിക്കുകയാണ്, ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? തുമുക് മിസാജ് അല്ലേ? തുമുക് മിസാജ് എന്ന ഒരു യൂസേജ് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ്? ഷോർട്ട് ടെമ്പേർഡ് ആണ്, അദ്ദേഹത്തിന് വേഗം ദേഷ്യം വരും. ഓക്കെ, അപ്പോൾ ഇത്തേ തുമുക് മിസാജ് ക്യോ, ഒരു ഇറിറ്റേറ്റഡ് ടൈപ്പ് അല്ലേ, അതിനാണ് തുമുക് മിസാജ് എന്ന് പറയുന്നത്. എന്താണ്? ഷോർട്ട് ടെമ്പേർഡ്. അപ്പോൾ കഭി കഭി ആപ്പ് ആക്രാമക് ഭി ഹോ ജാത്തെ ഹെ. ആക്രാമക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്രമിക്കാൻ ഉതകുന്നത് പോലത്തെ സ്വഭാവം താങ്കൾ കാണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ആവുന്നത്? ധൻരാജ്, ഇസ് ബാത് കാ സംബന്ധ് മേരെ ബച്പൻ സെ ജുഡാ ഹുവാ. അപ്പോൾ ഈ കാര്യവുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതെൻ്റെ കുട്ടിക്കാലവുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. എൻ്റെ ഈ സ്വഭാവത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ മേ ഹമേഷ സെ ഹി അപ്നെ ആപ് കോ ബഹുത് അസുരക്ഷിത് മെഹസൂസ് കർത്താ രഹ. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടിക്കാലം മുതൽക്കേ എനിക്കെന്താണ്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അസുരക്ഷിത് മെഹസൂസ് കർണ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ. मैंने अपनी माँ को देखा है कि उन्हें हमारे पालन पोषण में कितना संघर्ष करना पड़ा है. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ട്, എൻ്റെ സഹോദരന്മാരെയും എന്നെയുമൊക്കെ വളർത്താനായിട്ട്. പാലൻ പോഷന്മേ, എൻ്റെ അമ്മ എത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയധികം എന്താണ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സംഘർഷം എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുക, എത്രയധികം സംഘർഷം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ കണ്ട്
കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ അമ്മയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേരി തുമുക് മിസാജി കെ പീछे കൈ വജഹേ ഹേ. അപ്പോൾ എൻ്റെ ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ് അല്ലെങ്കിൽ ഈ ഇറിറ്റബിൾ ടൈപ്പ് നേച്ചറിൻ്റെ പിറകിൽ കുറേ കാരണങ്ങളുണ്ട്. വജഹേ എന്ന് പറഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട് അതിൻ്റെ പിറകിൽ നോക്കുകയാണെങ്കിൽ. ലേക്കിൻ മേ ബിന ലാഗ് ലപ്പേറ്റ് വാല ആദ്മി ഹും. ലാഗ് ലപ്പേറ്റ് വാല എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഒളിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ലാഗ് ലപ്പേറ്റ് വാല ആദ്മി ഹും. അപ്പോൾ ഇത് എനിക്ക് എന്താണ് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുക എന്നൊരു സ്വഭാവം എനിക്കില്ല. मन में जो आता है सीधे सीधे कह डालता हूँ और बात को कई बार पछताना भी पड़ता है. അപ്പോൾ എൻ്റെ സ്വഭാവം എങ്ങനെയായാലും നേരെ വാ നേരെ പോ എന്നൊരു, അത് സീതേ സീതേ എന്താണെങ്കിലും അത് നേരെ പറയുക. മൻമേ ജോ ആത്തായൻ മനസ്സിൽ എന്താണ് വരുന്നത് അതപ്പോൾ തന്നെ നേരിട്ട് പറയുക. കെ ഡാൽത്ത അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് വിടും. ഓർ ബാത് കോ കൈ ബാർ പച്താനാ ഭി പടുത്താ ഹെ. പിന്നീട് എനിക്ക് എപ്പോഴും അത് ആ കാര്യം ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് പശ്ചാത്തപിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്, റിപ്പൻറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. മുജ്സെ അപ്ന ഗുസ്സ റോക്കാ നഹി ജാത്ത. എനിക്ക് എൻ്റെ ദേഷ്യം എൻ്റെ കൺട്രോളിലല്ല ഉള്ളത്. അതായത് എനിക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല. എൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ഗുസ്സ റോക്കാ നഹി ജാത്ത. दूसरे लोगों को भी मुझे उकसाने में मज़ा आता है. മറ്റുള്ളവരെ അവരെ പ്രൊവോക്ക് ചെയ്യാനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. മസ ആത്ത, ഞാനത് എൻജോയ് ചെയ്യാറാണ്. മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുക, അവരെ ദേഷ്യം പിടിപ്പിക്കുക എന്നത് എനിക്ക് വളരെയധികം ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉക്സാന എന്ന് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുക. മുझे ज़िंदगी में हर छोटी बड़ी चीज़ के लिए जूझना पड़ा जिससे मैं चिड़चिड़ा हो गया हूँ. അപ്പോൾ മുझे ज़िंदगी में എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കുമായിട്ട് അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ജൂജ്നാപ്പട, അതെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ജിസ്സെ മേ ചിഡ്ചിടാ ഹോ ഗയാ ഹൂँ. അതുകൊണ്ട് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇറിറ്റബിൾ ടൈപ്പ് നേച്ചറായിട്ട് മാറിയിട്ടുള്ളത്. ചിഡ്ചിട അതായത് വേഗം ദേഷ്യം പിടിക്കുക. ചിഡ്ചിടാ ഹോ ഗയാ ഹൂँ. साथ ही साथ बहुत भावुक इंसान भी हूँ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇമോഷണലായിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. मैं किसी को तकलीफ़ में नहीं देख सकता. എനിക്ക് ആരും കഷ്ടപ്പാടിൽ, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആരെയും എനിക്ക് കഷ്ടപ്പാടിൽ കാണുന്നത് ഇഷ്ടമല്ല, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. मैं नहीं देख सकता. मैं अपने दोस्तों और अपने परिवार की बहुत कद्र करता हूँ. കദ്ർ എന്ന് പറഞ്ഞാൽ അവരെ എൻ്റെ കൂട്ടുകാരെയും പിന്നെ എൻ്റെ പരിവാരം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെയും ഒക്കെ ഞാൻ അങ്ങേയറ്റം അവരെനിക്ക് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഞാൻ അവർക്ക് അത്രയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു. അവരോട് എനിക്ക് അങ്ങേയറ്റം സ്നേഹമാണ്, അങ്ങേയറ്റം റെസ്പെക്റ്റ് ഉണ്ട്. അവരത്രയ്ക്ക് വിലപ്പെട്ടതാണ് എനിക്ക്. മുझे अपनी गलतियों के लिए माफ़ी मांगने में कोई शर्म महसूस नहीं होती. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നതിൽ എനിക്ക് ഒരു മടിയും കാണിക്കാറില്ല. ശരം മെഹസൂസ് നെയ്ത്, അതിലെനിക്കൊരു മടിയും തോന്നാറില്ല. മാപ്പ് ചോദിക്കുക എന്നത് അതിലെനിക്ക് ഒരു മടിയും തോന്നാറില്ല. വിനീത, ആപ്കെ പരിവാർ കി ആപ്കെ ലിയേ ക്യാ അഹമിയത്ത് ഹെ. താങ്കളുടെ കുടുംബം എന്ന് പറയുന്നത് താങ്കൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അഹമിയത്ത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്, എത്ര ഇമ്പോർട്ടൻസ് ആണ് താങ്കൾ കുടുംബത്തിന് നൽകുന്നത്. ധൻരാജ്, സബ്സെ അധിക് പ്രേരണ മുझे अपनी माँ से मिली. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയിൽ നിന്നുമാണ് ലഭിച്ചത്. ഉन्होंने हम सब भाई बहनों में अच्छे संस्कार डालने की कोशिश की. എൻ്റെ അമ്മ ഞങ്ങളുടെ സഹോദരന്മാരിൽ നല്ലൊരു സംസ്കാരമാണ് വളർത്താനായിട്ട് ശ്രമിച്ചത്. मैं उनके सबसे नज़दीक हूँ. ഞാനാണ് ഏറ്റവും അമ്മയുമായിട്ട് ക്ലോസ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ അടുത്ത് അമ്മയോട് ഞാനാണ്. मैं चाहे भारत में रहूँ या विदेश में, रोज़ रात में सोने से पहले माँ से ज़रूर बात करता हूँ. ഞാൻ ഇന്ത്യയിലാകട്ടെ അല്ലെങ്കിൽ വിദേശത്താകട്ടെ എവിടെയാണെങ്കിലും, അദ്ദേഹം കളിക്കാനായിട്ട് വിദേശത്തുമൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പോലും റോസ് രാത് മേ, എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. മാസി ജറൂർ ബാത് കർത്ത, അമ്മയുമായിട്ട് എപ്പോഴും സംസാരിച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങാറുള്ളൂ. മേരി മാँ ने मुझे अपनी प्रसिद्धि को विनम्रता के साथ संभालने की सीख दी है. എൻ്റെ അമ്മ എപ്പോഴും താഴ്മയോടെ ജീവിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എത്രയധികം ഫേമസ് ആയാലും എത്രയധികം പ്രസിദ്ധി ലഭിച്ചാലും ആ ഒരു വിനമ്രത എപ്പോഴും ജീവിതത്തിൽ അത്
കീപ്പ് ചെയ്യാനാണ് അമ്മ പറഞ്ഞു തന്നത്. സാത്ത് സംഭാലനെ കി സീഖ് ദി. ആ വിനമ്രത ജീവിതത്തിലുടനീളം ഉണ്ടാകണം എന്നാണ് എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. मेरी सबसे बड़ी भाभी कविता भी मेरे लिए माँ की तरह हैं और वह भी मेरे लिए प्रेरणा स्रोत रही हैं. അപ്പോൾ മേരി സബ്സെ ബഡി ഭാബി, എൻ്റെ ഏറ്റവും വലിയ സഹോദരൻ്റെ ഭാര്യയായ കവിത ഭാബി എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. അപ്പോൾ ആ കവിത ഭാബിയും എനിക്കൊരു പ്രേരണയാണ്, അതായത് ഇൻസ്പിറേഷൻ എപ്പോഴും നൽകാറുണ്ട്. പ്രേരണ സ്രോത്ത് റഹി ഹെ, എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. വിനീത, आपने सबसे पहले कृत्रिम घास ടർഫ് पर ഹോക്കി കപ്പ് ഖേലി. അപ്പോൾ വിനീത ചോദിക്കുകയാണ്, ആപ്നി സബ്സെ പെഹല, താങ്കൾ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഗ്രാസിൽ, ആർട്ടിഫിഷ്യലായിട്ട് ടർഫ് എന്ന് പറയാനില്ല, ആർട്ടിഫിഷ്യൽ ലോൺ ഉണ്ടാക്കാറുണ്ട് ഹോക്കിക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രാസിൽ താങ്കൾ ആദ്യമായിട്ട് എപ്പോഴാണ് കളിച്ചത്? धनराज, मैंने सबसे पहले कृत्रिम घास तब देखी जब രാഷ്ട്രീയ ഖേലോം നാഷണൽസ് में भाग लेने 1988 में नई दिल्ली आया. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ടർഫ്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഡൽഹിയിൽ വന്നപ്പോഴാണ്. 1988 നാഷണൽസ് കളിക്കാനായിട്ട് ഞാൻ ഡൽഹിയിൽ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. मुझे याद है कि किस तरह सोमैया और जोक्विम कार्लो ने मुझे एक कोने में ले जाकर कृत्रिम घास पर खेलने के गुर बता रहे थे. അപ്പോൾ സോമയ്യയും ജോക്വിം കാർലോ അദ്ദേഹത്തിൻ്റെ കൂടെ കൊളീഗ്സ്, അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച പ്ലെയേഴ്സ്, അപ്പോൾ അവർ ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് എന്താണ് ഈ കൃത്രിം ഘാസ്, ഈ ടർഫിനെ പറ്റി ഒക്കെ ഇങ്ങനെ ഒരു ഐഡിയാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗുർ ബത്താ റഹേ थे, ഒരു ഐഡിയാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. और जब वे बताने में लगे हुए थे मैं झुक झुक कर उस मैदान को छू रहा था. അവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞ് ആ ടർഫ് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. मुझे विश्वास ही नहीं हो रहा था कि विज्ञान इस कदर तरक्की कर सकता है जिससे कृत्रिम घास तक ഉഗായി ജാ സക്തി. എനിക്ക് വിശ്വാസമേ വരുന്നുണ്ടായിരുന്നില്ല ഇത്രയധികം സയൻസ് പ്രോഗ്രസ് ചെയ്ത്, സയൻസ് ടെക്നോളജിയൊക്കെ ഇത്രയധികം എന്താണ് മുൻപന്തിയിലെത്തിയോ, ഇത്രയധികം എന്താണ് പ്രോഗ്രസ് ചെയ്തോ എന്നൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് അതിശയം തോന്നുന്നുണ്ട്. ജിസെ കൃത്രിം ഘാസ് തക്ക് ഉഗായി ജാ സക്കെ, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഗ്രാസ് വരെ ഉണ്ടാക്കാനുള്ള അത്രയും സയൻസിന് അത്ര പ്രോഗ്രസീവ് ആയിട്ട് സയൻസ് വളർന്നു എന്ന് അദ്ദേഹത്തിന് അതിശയം തോന്നുന്നുണ്ടായിരുന്നു. विनीता, हर युवक का यह सपना होता है कि उसके पास एक कार हो. आपके पास अपनी पहली कार कब आई? അപ്പോൾ വിനീത ചോദിക്കുകയാണ്, ഓരോ യുവാവിൻ്റെ മനസ്സിൽ ഒരു കാറിൻ്റെ ഒരു സ്വപ്നം ഉണ്ടാവും, തൻ്റേതായിട്ടുള്ള ഒരു കാറ് വേണമെന്ന്. ആപ്കെ പാസ് അപ്നി പെഹ്ലി കാർ കബ് ആയി, താങ്കളുടെ കയ്യിൽ താങ്കളുടെ ആദ്യത്തെ കാർ താങ്കൾക്ക് എപ്പോഴാണ് കയ്യിൽ എത്തിയത്? അത് ആദ്യത്തെ കാർ എപ്പോഴാണ് താങ്കൾക്ക് ലഭിച്ചത്? धनराज, मेरी पहली कार एक सेकेंड हैंड अरमाडा थी जो मुझे मेरे पहले के एम्प्लॉयर ने दी थी. അപ്പോൾ എൻ്റെ ആദ്യത്തെ കാറ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ആയ അർമാഡ ആയിരുന്നു. ജോ മുझे मेरे पहले के एम्प्लॉयर ने दी. അപ്പോൾ എൻ്റെ ആദ്യത്തെ എംപ്ലോയറാണ് എനിക്ക് ആ കാറ് നൽകിയത്. എൻ്റെ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. തബ് തക് मैं काफ़ी नामी खिलाड़ी बन चुका था. ആ സമയത്ത് ഞാൻ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഗർ യേ കോയി ज़रूरी नहीं कि शहरत पैसा साथ लेकर आए. പക്ഷെ ആ ഫെയിം എന്ന് പറയുന്നത്, ഷൊഹറത്ത് എന്ന് പറഞ്ഞാൽ ഫെയിമിൻ്റെ കൂടെ തന്നെ കാശും ഉണ്ടാകണം എന്ന് അങ്ങനെ നിർബന്ധമില്ലല്ലോ. അപ്പം मैं तब भी मुंबई की लोकल ट्रेनों और बसों में सफ़र करता था. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ സമയത്ത് അദ്ദേഹം അത്രയധികം ഇക്കണോമിക്കലി സെക്യൂർ അല്ലായിരുന്നു. അപ്പോൾ मैं तब भी मुंबई की लोकल ट्रेनों और बसों में सफ़र करता था. അപ്പോഴും അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്ര കാശ് ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം സാധാരണ ലോക്കൽ ട്രെയിനിലും പിന്നെ ബസ്സിലും ഒക്കെയായിരുന്നു അദ്ദേഹം ആ സമയത്തും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. സഫർ കർണ, യാത്ര ചെയ്യുക. ക്യോങ്കി ടാക്സി മേ ചढ़ने की हैसियत मुझ में नहीं थी. അപ്പോൾ എനിക്ക് അത്രയും സ്റ്റാറ്റസ്, അതായത് ഒരു ടാക്സിയിൽ കയറിപ്പോകാനുള്ള അത്രയും സാമർത്ഥ്യം ആ സമയത്ത് ഇല്ലായിരുന്നു. मुझे याद है एक बार किसी फोटोग्राफर ने एक भीड़ से भरे रेलवे स्टेशन पर मेरी तस्वीर खींचकर अगली सुबह अखबार में यह खबर छाप दी कि हॉकी का सितारा पिल्लई अभी भी मुंबई की लोकल ट्रेनों में सफ़र करता है.
ഒരിക്കൽ അദ്ദേഹം എന്താണ് ഒരു ഫോട്ടോഗ്രാഫർ, മുझे याद है, അദ്ദേഹം ഓർമ്മിക്കുകയാണ്, एक बार किसी ഒരു ഫോട്ടോഗ്രാഫർ ഈ തിരക്കിനിടയിൽ, ആളുകളുടെ ഇടയിൽ, एक भीड़ से भरे रेलवे स्टेशन पर, ഒരു ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ഫോട്ടോ എടുത്തു. മേരി തസ്വീർ ഖീഞ്ച് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അടുത്ത ദിവസം ന്യൂസ് പേപ്പറിലിട്ടു. എന്നിട്ട് അദ്ദേഹം അതിൽ ന്യൂസ് ഇട്ടത് ഹോക്കി കാ സിത്താര, ഹോക്കിയുടെ സ്റ്റാർ എന്ന് പറയുന്ന പിള്ളൈ അഭിബി മുംബൈക്ക് ലോക്കൽ ട്രെയിനോ മേ സഫർ കർത്ത, ഇപ്പോഴും മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് എന്നൊരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അഖ്ബാർ പേപ്പറിൽ രാവിലെ തന്നെ ഇട്ടു. उस दिन मैंने महसूस किया कि मैं एक मशहूर चेहरा बन चुका हूँ और मुझे लोकल ट्रेनों में सफ़र करने से बचना चाहिए. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, मैंने महसूस किया, എനിക്ക് ഫീലായത് ഞാനൊരു ഫേമസ് ഫിഗറായിട്ട് മാറിയിരിക്കുന്നു, ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. और मुझे लोकल ट्रेनों में सफ़र करने से बचना चाहिए. അപ്പോൾ ഇനിയിപ്പോൾ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നത് പറയുന്നത് അത്ര സേഫ് അല്ല. मुझे बचना चाहिए. लेकिन मैं कर ही क्या सकता था, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? मैं जो भी थोड़ा बहुत कमाता उससे अपना परिवार चलाना पड़ता था. പക്ഷേ ഞാൻ ഞാൻ ഫേമസ് ആയിരുന്നു എന്നിട്ട് പോലും എനിക്ക് ഞാൻ ഇക്കണോമിക്കലി സേഫ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തൊക്കെ സമ്പാദിക്കുന്നുവോ അതൊക്കെ എനിക്ക് എൻ്റെ കുടുംബത്തിനായിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ धीरे धीरे पैसे जमा करके बहन की शादी की और अपनी माँ के लिए हर महीने पुणे पैसा भेजना शुरू किया. അപ്പോൾ എൻ്റെ സഹോദരിയുടെ കല്യാണം കഴിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെയോ കാശ് കുറച്ച് ആയിട്ട് സമ്പാദിച്ചിട്ട് ആ കാശ് കൊണ്ട് എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് പൂനെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ അമ്മയ്ക്ക് അദ്ദേഹം കാശും അയച്ചു തരാൻ തുടങ്ങി. आज मेरे पास एक फोर्ड ഐക്കൺ है जिसे मैंने सन 2000 में ഖരീദാ था. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിലോ ഒരു ഫോർഡ് ഐക്കൺ ഉണ്ട്. ആ സമയത്ത് എനിക്ക് കാറ് മേടിക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ സിസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മയ്ക്കും അദ്ദേഹം കാശ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കടങ്ങളൊക്കെ ആ ഓരോ കാര്യങ്ങളും തീർത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ 2000 അദ്ദേഹം ഫോർഡ് ഐക്കൺ മേടിച്ച് കഴിഞ്ഞിരിക്കുന്നു. मगर वह किसी कॉरपोरेट हाउस का दिया हुआ तोहफ़ा नहीं, बल्कि मेरी मेहनत की गाड़ी कमाई से खरीदी हुई कार है. അപ്പോൾ പക്ഷേ ഈ കാറ് ഞാൻ 2000 മേടിച്ച ഈ ഫോർഡ് ഐക്കൺ അത് ഏതെങ്കിലും കോർപ്പറേറ്റ് ഹൗസ് നൽകിയ ഒരു ഗിഫ്റ്റ് അല്ല അത്. തോഫ മീൻസ് ഗിഫ്റ്റ് അല്ല അത്. ബൽക്കി മേരി മെഹനത് കി ഗാഡി കമായി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കാശ് കൊണ്ട് മേടിച്ച ഒരു കാറാണ്. ബൽക്കി മേരി മെഹനത് എൻ്റെ പരിശ്രമം, അങ്ങേയറ്റത്തെ പരിശ്രമം കൊണ്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ ശമ്പളത്തിൽ നിന്നും മേടിച്ച ഒരു കാറാണ്. ഖരീദി ഹുയി കാർ ഹെ, ഞാൻ മേടിച്ച കാറാണ്. വിനീത, സഫലത കാ ആപ്കെ ലിയെ ക്യാ മഹത്വ ഹെ? ഹോക്കി കോ ആപ്നെ ഇത്നാ കുച്ച് ദിയാ, ഇസ്കെ ബദലെ ആപ്കോ ക്യാ മിലാ? സഫലത കാ ആപ്കെ ലിയെ ക്യാ മഹത്വ ഹെ? വിനീത ചോദിക്കുകയാണ്, ഈ സക്സസ് എന്ന് പറയുന്നത് താങ്കളുടെ ജീവിതത്തിൽ എത്ര മഹത്തരമാണ്, എത്ര ഇമ്പോർട്ടൻസ് ആണ് താങ്കൾ സക്സസ്സിന് നൽകുന്നത്? ഹോക്കിക്കോ ആപ്നെ ഇത്നാ കുച്ച് ദിയാ, ഇസ്കെ ബദലെ ആപ്കോ ക്യാ മില? ഹോക്കിനായിട്ട് താങ്കൾ അങ്ങേയറ്റം പരിശ്രമിച്ചു, എത്രയധികം ഹോക്കിക്ക് വേണ്ടി താങ്കൾ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിന് പകരമായിട്ട് താങ്കൾക്ക് എന്തൊക്കെ ലഭിച്ചു? ധൻരാജ്, कुछ रुपये इनाम में मिले थे, मगर आज खिलाड़ियों को जितना मिलता है उसके मुकाबले में पहले कुछ नहीं मिलता था. അപ്പോൾ कुछ रुपये इनाम में मिले, ഇനാം എന്ന് പറഞ്ഞാൽ പ്രൈസായിട്ട് കുറച്ച് കാശൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു കളിക്കുന്ന സമയത്ത്. മഗർ ആജ് ഖിലാഡിയോ കോ ജിത്ന മിൽത്തായി, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കളിക്കാർക്ക് ലഭിക്കുന്ന അത്രയും ഉസ്കെ മുക്കാബിലമേ, അതിന് കമ്പാരിസണിൽ അല്ലെങ്കിൽ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉസ്കെ പെഹലെ കുച്ച് നെയ് മിൽത്താ താ, ആ കാലത്ത് ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. मेरी पहली जिम्मेदारी थी परिवार में आर्थिक तंगी को दूर करना और उन सबको एक बेहतर ज़िंदगी देना. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, ജിമ്മേദാരി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, എൻ്റെ കുടുംബത്തിൽ ആ ഇക്കണോമിക്കൽ ആ ഒരു കഷ്ടപ്പാട്, ഇക്കണോമിക്കലി അവർ അങ്ങേയറ്റം കഷ്ടപ്പാടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അപ്പോൾ ആ ഒരു ആ കഷ്ടപ്പാട് ഇല്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓർ ഉൻ സബ്കോ ഏക് ബെഹത്തർ ജിന്ദഗി ദീന, എല്ലാവരും കുടുംബത്തിലെ എല്ലാവർക്കും ഒരു നല്ലൊരു ജീവിതം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി. विदेश में जाकर खेलने से जो कमाई हुई
उससे मैंने 1994 में पुणे के भाऊ पाटिल रोड पर 2 बेडरूम का एक छोटा सा ഫ്ലാറ്റ് खरीदा. വിദേശ് में जाकर खेलने से, അപ്പോൾ വിദേശത്ത് പോയിട്ട് കളിച്ചത് കാരണം അതിൽ നിന്നും എനിക്ക് കുറച്ച് കമായി എന്ന് പറഞ്ഞാൽ കുറച്ച് അദ്ദേഹത്തിന് സമ്പാദിക്കാനായിട്ട് സാധിച്ചു. ഉസ്സെ മേനെ, ആ കാശ് കൊണ്ട് അദ്ദേഹം 1994 പൂനെയിലെ ഭാവു പാട്ടിൽ റോഡിൽ ഒരു ബെഡ്റൂം, അതായത് ഒരു 2 ബെഡ്റൂമുള്ള ഒരു ചെറിയൊരു ഫ്ലാറ്റ് മേടിച്ചു. ഘർ ഛോട്ടാ ജറൂർ ഹെ पर हम सब के लिए काफ़ी है. ഒരു ചെറിയ വീടായിരുന്നു എന്നിട്ട് പോലും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായിരുന്നു. काफ़ी है. 1999 में महाराष्ट्र सरकार ने मुझे पवई में एक फ्लैट दिया. 1999 മഹാരാഷ്ട്ര ഗവൺമെൻറ് എനിക്ക് പവയിലൊരു ഫ്ലാറ്റ് നൽകി. वो ऐसा घर है जिसे खरीदने की मेरी खुद की हैसियत कभी नहीं हो पाती. അപ്പോൾ ഇത് അങ്ങനത്തെ അത്ര നല്ലൊരു വീടായിരുന്നു, നല്ലൊരു ഫ്ലാറ്റാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് എനിക്ക് നൽകിയത്. അത് മേടിക്കാനുള്ള അത്രയും എനിക്ക് സ്റ്റാറ്റസ്, അത്രയും എനിക്ക് സാമർഥ്യം ഇല്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഒരു ഫ്ലാറ്റാണ് മഹാരാഷ്ട്ര സർക്കാർ എനിക്ക് നൽകിയത്. മേരി ഖുദ് കി ഹൈസിയത്ത് കബി നെയ് ഹോ പാത്തി. എനിക്ക് അത്രയും വലിയൊരു ഫ്ലാറ്റ് മേടിക്കാനുള്ള സാമർഥ്യം എനിക്കായിട്ട് ഇല്ലായിരുന്നു ആ സമയത്ത്. विनीता, सेलिब्रिटीज़ के साथ एक ही मंच पर बैठना कैसा लगता है? അപ്പോൾ വിനീത ചോദിക്കുകയാണ്, സെലിബ്രിറ്റീസ് സാത്ത്, സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഒരേ സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ, ഒരു സ്റ്റേജിൽ കുറേ സെലിബ്രിറ്റീസുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ആ സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ്? ധൻരാജ്, बहुत अच्छा. जब हम राष्ट्रपति से मिले तब यह महसूस हुआ कि हम कितने खास हैं. हॉकी ही है जिसके चलते हर जगह प्रतिष्ठा मिली. അപ്പോൾ ധൻരാജ് പറയുകയാണ്, ബഹോത്ത് അച്ഛ, ഏറ്റവും നല്ലൊരു ഫീലിംഗ് ആണ് തോന്നുക. ജബ് ഹം രാഷ്ട്രപതി സെ മിലെ, ഞങ്ങളെല്ലാവരും രാഷ്ട്രപതിയെ കാണാനായിട്ട് പോയപ്പോൾ തബ് യ മെഹസൂസ്, ആ ഒരു ഫീലിംഗ് ആ സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ചു. കി ഹം കിത്നെ ഖാസ് ഹെ, ഞങ്ങൾ എത്ര ഇമ്പോർട്ടൻറ്റ്, ഞങ്ങൾ എത്ര സ്പെഷ്യലാണെന്ന് ആ സമയത്താണ് ഞങ്ങൾക്ക് ആ ഫീലിംഗ് ലഭിച്ചത്. അപ്പോൾ ഹോക്കി ഹി ഹെ ജിസ്കെ ചലത്തെ ഹർ ജഗ പ്രതിഷ്ഠ മിലി. ഹോക്കി തന്നെയാണ് കാരണം എനിക്ക് പോകുന്ന എല്ലായിടത്തും എനിക്ക് മാന്യതയും പ്രസിദ്ധിയും, അതായത് ഒരു പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നൽകിയത് തന്നെ ഹോക്കിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി ഇതിൻ്റെ 2ാമത്തെ പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്